എല്ലാവർക്കും നമസ്കാരം. കൊല്ലം പാലത്തറ NSS ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരു പൊടിക്കുട്ടിയായിട്ട് ഇവിടെ വന്നതാണോ? ഈ ഹോസ്പിറ്റലിൽ ഒരു പൊടി കുഞ്ഞുമായിട്ട് വന്നതാണോ? ആ കുഞ്ഞിന് വയ്യ, കാർഡിനകത്ത് സ്വൈപ്പ് ചെയ്യുന്ന, ഇതിനകത്ത് നോക്കുന്നു, അണ്ണേബിലിറ്റി ഇത് കാണിക്കും. ഞങ്ങൾ അങ്ങനെ ATM പോയി അതിനകത്ത് സ്വൈപ്പ് ചെയ്ത് പൈസ കിട്ടുന്നില്ല. ആ സമയത്ത് മരുന്നോട് എത്ര രൂപ വേണേലും തരും. നിങ്ങൾ പറയുന്നതിൽ ഇരട്ടി പൈസ തരും. മനസ്സിലായി? ഇതാണ് NS ഹോസ്പിറ്റൽ മരുന്ന് വെച്ചിരിക്കുന്നത്. ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പൈസ സ്വൈപ്പ് ചെയ്യാത്തോണ്ട് അവൻ ശ്വാസം മുട്ടുന്നു കിടന്ന് 100 രൂപയ്ക്ക് വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നു ഒരു പൊടിക്കുഞ്ഞിനെ. വളരെ മോശമാണിത്. നമ്മളൊരു ചാനൽ പേഴ്സൺ ആയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് വളരെ മോശം. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ അതാ, ഇത് കംപ്ലീറ്റ് ചാനലിലും വരും. ഇത് ചാനൽ ഹലോ, എന്താ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല? ഇത് അല്ല, കൊച്ചിന് വയ്യാതെ ഇവിടെ വന്നപ്പോഴേ പൈസ സ്വൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 100 രൂപ കൊടുത്തിട്ട് സ്ത്രീകളെത്തിക്കണം. ഹലോ അല്ല, അവർ കാണിച്ച് നിങ്ങൾക്ക് നാളെ ഇത് പറ്റും. നമ്മുടെ ചാനലിൽ നിന്ന് വന്ന ആൾക്കാരായിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കെ. അതാ ഇവിടെ നല്ല നല്ല ക്യാഷ് അവർ പറഞ്ഞില്ല, അവർ ക്യാഷ് ഇല്ലാത്തതാണ് കൊണ്ടുവരാതെ. NS ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. കാരണം എന്റെ അനുജന്റെ മകന് ബ്രീത്തിങ് പ്രോബ്ലമായിട്ട് ഞങ്ങൾ ആകെ വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലായിരുന്നു. അവന് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഒന്നാമത് കുഞ്ഞിന് വയ്യാത്തയാണ്. അപ്പം ഏതാണ്ട് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ മോന്. അപ്പൊ അവൻ ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിട്ട് ഞാനും ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്ന ഞങ്ങൾ എല്ലാരും പെട്ടെന്ന് ഇറങ്ങി സജിനായും ഞാനും കുഞ്ഞുമാടെ മോളും ഫിർദോസും കുഞ്ഞിനെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പൊ ഇറങ്ങുമ്പോ നമ്മൾ പേഴ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ സത്യത്തിൽ വിട്ടുപോയി. ഞാൻ ബാഗ് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് മാത്രം പേഴ്സ് എന്റെ വേറെ കാര്യം ഇതാണ്. അങ്ങനെ മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ പൊതുവേ നമ്മൾ ഗൂഗിൾ പേ കാര്യങ്ങളിലേക്കാണ് ആശ്രയിക്കുന്നത്. മൊബൈൽ ഉണ്ടായിരുന്ന ആ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്ന ഒരു വേളയിലല്ല ആയിരുന്നില്ല. അങ്ങനെ എന്തായാലും NS ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനകത്ത് കയറ്റുക എന്നുള്ളതാണ്. അത്രയ്ക്കും കുട്ടിക്ക് വയ്യ. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴുണ്ട് നമുക്ക് അവിടെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അത് കയറ്റത്തുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ പോലും. അപ്പൊ അവിടെ അതിന് 100 രൂപ ഫീസ് കൊടുക്കണം. അപ്പൊ 100 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ പേ എടുത്തിട്ട് നോക്കുന്നു, ഇറവ് കാണിക്കുന്നു. അനിയന്റെ ഫോണിൽ നിന്ന് നോക്കുന്നു, അതിൽ നിന്നും ഇറവ് കാണിക്കുന്നു. പിന്നെ എന്റെ കാർഡ് ഉണ്ടായിരുന്നു, കാർഡ് യൂസ് ചെയ്തപ്പോൾ അതും ഇറവ് കാണിക്കുന്നു. അപ്പൊ അവിടെ നിൽക്കുന്നവരും പറഞ്ഞു ഞങ്ങൾക്കും ഇറവ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100 രൂപയുടെ കാര്യമില്ലേ, നിങ്ങൾ അത് കൊടുക്കുക, ഞാനത് തരുന്നുണ്ട്, നിങ്ങൾ ബാക്കി കാര്യം പ്രൊസീഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ. അപ്പോൾ 1-2 പേർക്ക് നമ്മളെ മനസ്സിലായി, നമ്മൾ ചാനലിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ എന്നിട്ട് പോലും ആ ഒരു പരിഗണന ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഹോസ്പിറ്റൽ എന്നിട്ട് ഞാൻ എങ്ങനെയും പിടിച്ച് അകത്തോട്ട് കയറ്റിട്ട് ഡോക്ടറെ അടുത്തോട്ട് വിട്ട്. അവിടെ വേറെ പേഷ്യൻസോ ഒന്നുമില്ല ഡോക്ടർ. അപ്പൊ ഡോക്ടർ അന്നേരം കുഞ്ഞിനെ നോക്കുന്നില്ല, കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ആ 100 രൂപ അടച്ചിട്ട് കുഞ്ഞിനെ നോക്കത്തോളം. ഡോക്ടർ കാര്യങ്ങൾ തിരക്കിട്ട് ഡോക്ടർ പറയാം, നിങ്ങൾ പോയി ഫീസ് അടച്ചിട്ട് വാ. കുഞ്ഞിന് ക്രിട്ടിക്കലായിട്ട് നിൽക്കുക ഒരു ഡോക്ടർ നോക്ക്. ഫീസ് അല്ല, രജിസ്ട്രേഷൻ ആ 100 രൂപ. അതെ, നമ്മളത് ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ എടുത്തോളാം, ഡോക്ടർ നോക്ക് കുഞ്ഞിനെ നോക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങ് ഇറങ്ങി, ഞാനും അനിയത്തിയും കൂടെ ഇറങ്ങിയിട്ട് അത് ATM-ലേക്കാണ് ഇവർ ഇറങ്ങിയത്. അപ്പോൾ നമ്മളത് എങ്ങനെയെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞു 100 അല്ല തന്നെ അപ്പുറം നിങ്ങൾക്ക് തരാം, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്ക്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പൈസ തരാതെ പോയില്ല. 100 രൂപയുടെ കാര്യമാണ്. അതപ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്യാഷ് ഇപ്പോൾ റെഡിയാക്കും. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഇററാണെന്ന് ഗൂഗിൾ പേയുടെ. അപ്പൊ അവരും കാണുന്നുണ്ട് ഗൂഗിൾ പേ വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് ചില സമയത്ത് സെർവർ ഇററാവുമല്ലോ, അങ്ങനെയാണെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. ഫൈനലി ഒരു തരത്തിലും അവര് നമ്മളുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു കളിയാക്കൽ രീതിയിൽ മനസ്സിലായി. ലാസ്റ്റ് പറഞ്ഞു കുഞ്ഞിനുള്ള മെഡിസിൻ എന്തെങ്കിലും കൊടുക്കുക. അന്നേരം അവിടെ പോയപ്പോഴും ഇതുപോലെ ഞങ്ങൾ തൽക്കാലം മെഡിസിൻ എടുക്കാൻ പോയപ്പോ അവരും ഇത് എന്തിനാണ്, ഇത് ഏതിനാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ, അതായത് കൊല്ലം പാലത്തറയില്ലേ, പാലത്തറ NS ഹോസ്പിറ്റൽ ഇത്രയും ഒരു ദുരനുഭവം
ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് അപ്പൊ തന്നെ ഞങ്ങളെന്ന് വിചാരിച്ചു ഇതിപ്പോ കുഞ്ഞിനെ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുക, ഇവര് നോക്കുന്നതില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോ ഫീസ് അടച്ചിട്ട് പോവാന്ന് അപ്പൊ ഇത് നോക്കിയില്ല, ഡോക്ടർ നോക്കിയില്ല, മരുന്ന് തന്നില്ല. കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇവരിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാം, കൊച്ചിനെ കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലക്ഷം ആ 100 രൂപ അടച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഞങ്ങൾ കയറി ചൂടായി. അപ്പൊ നമ്മൾ കയറി അവരുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിന് നിങ്ങൾക്ക് പൈസ തരത്തില്ലെന്നല്ല പറഞ്ഞത്. ഇതിപ്പോ ഗൂഗിൾ പേ ഇത് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വാലറ്റുമായിട്ട് അവിടെ ആള് വരും. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ പൈസ തരാം. 100 രൂപയുടെ കാര്യമാണെന്ന് ആലോചിക്കുന്ന ഒരു കുഞ്ഞ്, പൊടി കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞ് തോളത്തിടുന്ന് ശ്വാസം മുട്ടി കിടക്കുകയാണ്. അപ്പോൾ അവർ വേറെ ഹോസ്പിറ്റലിലോട്ടും വിടുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് എല്ലാവരും കാണണമെന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കണ്ടത്. അത് വന്നിട്ട് 2 ഈ സെക്യൂരിറ്റിയും വേറെ ആൾ കൂടെ വന്നിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. പുള്ളിയും വന്നിട്ട് കൈതട്ടി പിടിച്ചു. അപ്പൊ സജിന ഇടപെടല്, സജിന ഒരിക്കലും ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കാൻ പാടില്ല. സജിനായ ബലമായിട്ട് 2 കൈയിലും പിടിച്ചിട്ട് ഒരൊറ്റത്തള്ളു. നമ്മളുടെ ഇതിനകത്ത് റെക്കോർഡ് ആയിട്ടില്ല, പക്ഷെ അവിടുത്തെ CCTV എന്തായാലും ആയി കാണും. കാരണം ഒരു സ്ത്രീയെ പിടിച്ച് തെള്ളുകയാണ് അവര്. അവിടുത്തെ സെക്യൂരിറ്റിയുമാണ്, പിന്നെ അവിടുത്തെ മെയിൻ ഏതോ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവരാണ് എന്നെ പിടിച്ച് തെള്ളുന്നതും ഇക്കാടെ ക്യാമറ, അതായത് ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എടുത്തിടരുത്. എന്നിട്ട് അവരൊന്ന് പോലീസ് വന്ന് അവിടെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന്. അത് വെറും കള്ള. അങ്ങനെ ഒരു നിയമമേ ഉള്ളതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ഇതുവരെയ്ക്കും അറിയത്തില്ല പോലീസ് വന്ന് ഒട്ടിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഒരേ ഒരു മാർഗം നമ്മൾ ഈ കാണുന്ന ഈ മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഏതായാലും ചുരുക്കം പറഞ്ഞിട്ടുള്ള നമ്മളടുത്ത് ഇങ്ങനെ ആണെങ്കിൽ ഒരു സാധാരണക്കാരനെ, ഒരു ക്രിട്ടിക്കലായിട്ട് ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്? വളരെ മോശം പെരുമാറ്റമാണ്. അവരവിടുന്ന് പറയുന്നുണ്ട് ഇവർക്ക് പൈസ ഇല്ലാത്തോണ്ടാ. അന്നേരം ഞങ്ങൾ മാസ്ക് മാറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു പൈസ ഇല്ലാത്തതാണോ ഞങ്ങൾ ഇങ്ങനെ വന്നത്. അപ്പൊ എന്തായാലും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഞങ്ങൾ നേരെ കൊണ്ടുപോയത് പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. വളരെ നല്ല വിക്ടോറിയ അല്ലേ, വിക്ടോറിയയിൽ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ല ട്രീറ്റ്മെന്റ് അവർ വന്നോടനെ കുഞ്ഞിനെ സേഫ് ആക്കി. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അവർ നല്ല രീതിയിൽ വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അതിനുശേഷം ഞങ്ങള് നേരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തു. ഈസ്റ്റിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇരവിപുരമാണ് എന്റെ ഇരവിപുരം എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ള ഒരു സ്ഥലമാണ്, ഇരവിപുരത്ത് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ആ രാത്രി 2 മണി രാത്രിയൊക്കെ ഇപ്പൊ ഏതാണ്ട് വന്ന് കയറിയതുള്ളൂ. ഞങ്ങളിപ്പോ ഒരു 3 മണി അടുപ്പിച്ചാൽ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ ഈസ്റ്റിൽ ചെന്ന് അവിടെ ഞങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് നാളെ ഞങ്ങൾ ഇവിടെ പോയാൽ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടാണ് കംപ്ലൈന്റ് ചെയ്ത് ഇനിയിപ്പോ നാളെ അവര് നമ്മളെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഇതൊരു പക്ഷേ ഇത് തള്ളിപ്പോകാം. കാരണം മറ്റൊന്നുമല്ല, NS പോലുള്ള ഒരു വലിയ വമ്പൻ ടീമാണ് അവരിത് നിസാരമായി എടുത്തു കളയും. പക്ഷെ ഇത് നിങ്ങൾ അറിയണം, ഇങ്ങനെ ഒരു സംഭവം നടന്നത് അറിയണം. ഇത്രയും വൃത്തികെട്ട ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം എന്ന് ആലോചിച്ച് നോക്കണം. 100 രൂപയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞിടന്ന് ശ്വാസം മുട്ടിയിട്ട് പോലും 100 രൂപ അടച്ചിട്ട് എടുത്തിട്ട് അവർ ചെയ്യത്തുള്ളത്. അവരെടുത്തിട്ട് വന്നിട്ട് ഡോക്ടർ നോക്കത്തുള്ളൂ. എന്ത് മാന്യതാണ് ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? ഇതാണ് മനുഷ്യത്വമില്ലാതെ ഒരു 100 രൂപയുടെ കാര്യമാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങളിലേക്കുള്ള അറിവിന് ഞങ്ങളുടെ ഒരു അനുഭവം ഇപ്പം ഞങ്ങൾ പങ്കുവച്ചാണ്. ഇപ്പൊ എന്താ നാളെ സ്റ്റേഷനിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിലും ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നടന്ന കാര്യങ്ങൾ വീഡിയോസ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ FBയിലെല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അവർ നാളെ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മൾ വിളിക്കാന്നാ പറഞ്ഞേക്കുന്നത്. എന്തായാലും നോക്കട്ടെ. ഇത് ഈ വമ്പൻ കൈകളാണ്. അവരോട്ടൊക്കെ നമ്മൾ കോർക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കോർക്കയല്ല, നിങ്ങളെ അറിവിലേക്ക് നമ്മൾ അവിടുത്തെ ഒരു അനുഭവം ഞങ്ങൾ തന്നതാണ്. വളരെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരിക്കലും NS ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ഹോസ്പിറ്റൽ, ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലില് മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണ്. ഓരോ അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ ഡോക്ടർമാരായാലും അവർക്കൊക്കെ ഒരു തമാശ പോലെ എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് അവരത്തൊക്കെ പോകുമ്പോൾ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അവര് നല്ല രീതിയിൽ പൈസ ഉണ്ടോ ഇല്ലയോ നല്ല പൈസ ഇല്ലാഞ്ഞിട്ട് ഒരിക്കലും ഓരോ ഹോസ്പിറ്റലിൽ പോവില്ല നമ്മള്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കാര്യം ചെല്ലുമ്പം ചെയ്ത് കാണിക്കുന്നത് അവർക്കും അറിയാം. ഈ ഗൂഗിൾ പേ അത് പോകുന്നില്ല എന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് സെർവറിന്റെ ഇററാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ സിറ്റുവേഷൻസ് വരെ നമ്മൾ പറഞ്ഞിട്ട് അവര് അതുപോലും മൈൻഡ് ചെയ്യാതെ അവർ പോയി അഡ്മിഷൻ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിസ്സാരമായിട്ട് അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയപ്പോഴാണ് അവർ പറഞ്ഞത് അത് അവര് ഡോക്ടർ ഇപ്പൊ അവിടെ അത്രയും ഡോക്ടർ പറഞ്ഞതിന് പകരം അത് നമ്മൾ ഫീസ് അടച്ചിട്ട് പോകണമെന്ന്. അതായത് 100 രൂപ ഫീസല്ല, അഡ്മിഷൻ ചാർജ്. ഡോക്ടർ ഫീസ് അല്ല, ഡോക്ടർ നോക്കിയിട്ടില്ല. അപ്പൊ അഡ്മിഷൻ ചാർജ്. അപ്പൊ അതിനൊരു അല്പസമയം ചോദിച്ചാണ് അവിടെ പിടിച്ചു നിർത്തിയത്. നമ്മൾ പേര് പറഞ്ഞു, എന്തായാലും ഇത് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് പേര് പറഞ്ഞു, അഡ്രസ്സ് പറഞ്ഞു, കുഞ്ഞിന്റെ നമ്പർ എടുത്തു. ഇത് ഇത്രയും പറഞ്ഞതിന് നമ്മൾ അത് ഫീസ് അടച്ചിട്ട് വരണമെന്ന്.
അപ്പൊ എന്തായാലും ഇതാണ് ഇത് നിങ്ങളിലേക്കുള്ളൊരു നമ്മളെ സ്നേഹിക്കുന്നവർക്കൂടെ അറിയാം, അതല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കൈവെക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഏറ്റവും മോശമാണ്. സ്ത്രീകളെ പിടിച്ച് തെള്ളുകയാണ്. അവിടെ എന്തായാലും രണ്ട് പുരുഷന്മാർ, രണ്ടല്ല 3 പുരുഷന്മാർ വന്ന്, 2 പുരുഷന്മാർ. അന്നേരം അവിടെ നിന്ന് അത് പക്ഷെ ഞാൻ കണ്ടില്ല. എന്നെ ആ സമയത്ത് വേറൊരാളെ അറ്റാക്ക് ചെയ്യായിരുന്നു. കാരണം ആ പുള്ളി പിന്നെ കൈവെക്കാൻ വന്നപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒരു എനിക്കൊന്ന് അവിടുത്തെ ബൈസ്റ്റാൻഡറായിട്ട് വന്ന ഒരാളാണ്. പേഷ്യന്റ് വന്നിട്ട് ആ പുള്ളി ഇടയ്ക്ക് നിന്നു. കാരണം ഇനി കൈവെക്കും പുള്ളി. അതേപോലെയാണ് വീണ്ടും വരുന്നത്. ഈ സമയത്ത് ഞാൻ മറ്റൊരാളുമായിട്ട്, അവിടുത്തെ ഒരു മാനേജറോ മറ്റൊരാളാണ്, അയാൾ എന്റെ ക്യാമറ എന്നെ ബ്ലോക്ക് ചെയ്ത് ക്യാമറ തട്ടിപ്പറിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ അവിടെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. കുഞ്ഞിനെ എങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ അപ്പോഴേ ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോയത്. എന്തായാലും നിങ്ങൾ അറിയാം, ഒരിക്കലും NS ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവരുത്. പാലത്തറയുള്ള NS ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അനുഭവം ഇതാണ്. ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തോ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് പോവരുത് ഇങ്ങനത്തുള്ള ഹോസ്പിറ്റലുകൾ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കുണ്ടായ ദുരനുഭവം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ.